എസ് എന്ന് പറഞ്ഞ നീ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ കേൾക്കുന്നത്? ലൈവ് പോയോന്ന് ചോദിച്ചതല്ലേ നിനക്ക് എസ് നോ പോസിബിലിറ്റി വളരെ അധികമാണ്. TJക്ക് അവർക്ക് മനസ്സിലായി ഇനിയും നമ്മൾ വണ്ടി പിറ്റിയതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സമയം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അവർക്കുള്ളൊരു ബോധം വന്നെന്ന് ഇപ്പോഴാണ് അവർക്ക് കറക്റ്റ് ആ ഒരു കാര്യം പിടികിട്ടിയത്. ബട്ട് കറന്റ്ലി ഉള്ളൊരു സോണ് വളരെ ആദ്യമായി വന്നിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു സോണ് നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ഒരു ഐഡിയ സത്യം അറ്റാക്കിംഗ് ടീമിനെ സ്പെക്ക് ചെയ്തോണ്ടേയിരിക്കണം. തിരിച്ച് വീണ്ടും ഓക്കെ വഴി ഒരു അറ്റാക്കാണ് TJ പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. TJ ആ ഒരു പ്ലേ ഗ്രൗണ്ട് ആ ഒരു ഏരിയയിൽ അവരുടെ വണ്ടി ഓൾറെഡി സ്കൗട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും ഇല്ല. പാണ്ടിക്കുത്ത് 12 പ്ലേയേഴ്സ് കൂടെ ബ്രിഡ്ജ് കളിക്കാൻ ഓ ഇടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജോസൂട്ടിയുടെ വണ്ടീനെ. നമ്മുടെ അസൻസിയോ നല്ലൊരു എനിക്കാണെങ്കിൽ കൊച്ചുള്ളവർക്ക് ഒരു ഇടി കടിച്ചപ്പോ ആ ജോസുട്ടി അവനെ ഇടിക്കുന്നു. നമുക്ക് അടുത്തങ്ങോട്ട് അവര് രണ്ട് സൈഡിൽ അപ്പൊ നിങ്ങൾ അവിടെ വീണ്ടും പിറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ബട്ട് അവിടെ ഫയർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട് തന്നെ അവർക്ക് കവറിങ് അവിടെ TJയുടെ വണ്ടികൾ സോണിൽ പോലും ഇതുവരെ തുടങ്ങി 17 മിനിറ്റ് ആയിട്ട് TJയുടെ വണ്ടികൾ പോലും അവര് സോണിന്റെ അകത്തോട്ട് കേട്ടിട്ടുണ്ടാവല്ലേ. ശരിയാണല്ലേ. എന്താണ് അടുത്തൊരു സോൺ ഷിഫ്റ്റ്? നീ ഉദ്ദേശിച്ചത് എന്നെ മുമ്പിത്തരം പറയുന്നില്ലേ? അത് നീ എടുത്ത് പറഞ്ഞോണ്ട് നീ നല്ലോണം പറഞ്ഞു കാണുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി കേട്ടാ. ഇല്ല ഞാൻ ടർഫ് കളിക്കുന്ന ടൈമിൽ ഉണ്ടായില്ല, ഞാൻ സിറ്റിയിലേ ഉണ്ടായിട്ടില്ല. ഈ ഒരു സോൺ ഷിഫ്റ്റ് ഒരു സോൺ ഷിഫ്റ്റ് ആയി പോയി. കൂടെ കേറി അപ്പുറത്തിറങ്ങിയിട്ടില്ല. ഇവിടെ ബാക്കിലുള്ള വണ്ടികൾ അവിടെ പോയി. ബാക്കിലുള്ള 2 വണ്ടികൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ചെയ്യാനാണ് പറയുന്നത്. ബട്ട് ഇവിടെ അസൻസിയോ അവരെ വിട്ടിട്ടില്ല. അസൻസിയോ ഇപ്പോഴും അവരെ പിന്തുടർന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. അതുവഴി കയറാൻ നോക്കിയ ഇവിടെ നമ്മുടെ നീലനും അതേപോലെ ചന്ദ്രവും ബാക്കിയുള്ള വണ്ടികളെ തുരത്തി വിട്ടിട്ടുണ്ട് അവിടുന്ന്. ഇവിടെ ഒരു വണ്ടി അവർ തറയിടിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻഫോർമേഷൻ ആണ് ഇതൊക്കെ. ഇപ്പോഴും TJയുടെ വണ്ടികളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബാക്കിൽ. അതുപോലെ അപ്പുറത്തെ സൈഡിൽ നീലനൻ ചന്ദ്രൻ അവരെ സ്പോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. TJ എവിടാണ് അവരെ കറന്റ്ലി ഉള്ള ഒരു ആംഗിളിൽ എല്ലാ സൈഡിൽ നിന്നും വണ്ടികളുടെ ഇത് നോക്കുകയാണ്. ഇങ്ങനെയാണ് ഓക്കെ. അവർ TJ താഴെ പോയിട്ടുണ്ട്. 4 വണ്ടികൾ മുകളിലുണ്ട്. TJക്ക് എവിടാണ് അവർ എൻട്രി എടുക്കുന്നത്? വണ്ടി തട്ടിയിടാൻ റാവൻ ശ്രമിച്ചു. പക്ഷെ റാവിന്റെ വണ്ടി താഴെ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൂടിപ്പോയതാണെന്ന് തോന്നുന്നു. TJയുടെ 2 പ്ലേയേഴ്സ് ഇവിടെ ബൈ ഫുട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സോൺ ഇല്ല എന്ന് അവർ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. തിരിച്ച് വണ്ടിയിൽ വീഡിയോ തരാൻ വേണ്ടിയാ ബിറ്റ് ചെയ്യാൻ പോകുമ്പളേ. എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത്? മുന്നയിൽ നിർത്തിക്കൊണ്ട് ഇതേ സെയിം സോണായിരുന്നു ഈ താഴെ ഉണ്ടല്ലോ. സോൺ എൻട്രിക്ക് വേണ്ടി TJ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. ഒരു ആംഗിളിൽ നിന്നും അവരെ എൻട്രിക്ക് അലോ ചെയ്യുന്നില്ല. ആണോ? അവരുടെ വണ്ടികളെ നിരന്തരം ചൂഷണം ചെയ്യുന്നു. നീലകണ്ഠൻ ഇവരെന്തോ ഒരു സമയത്ത് കൊച്ചുള്ളവർക്ക് താരട്ടോട്ട് ഓടുന്നു, ഒരു സമയത്ത് പെട്ടെന്ന് ഞെട്ടി എണീക്കും.
TV 10 മിനിറ്റ് ടർഫ് തീർത്തല്ലേ എന്നാ അപ്പൊ യെസ് യെസ് പക്ഷേ അവരെ മാറ്റിയിരിക്കുകയാണ്. അവരെ സോണിന്റെ അകത്തിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ എവിടെ ഇറങ്ങിയാലും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മോനെ വിഷയം അവിടെ ചന്ദ്രൻ നല്ല ആളുണ്ടോ? രണ്ട് സൈഡിൽ നിന്ന് ചന്ദ്രനൊക്കെ അവിടെ ഓടി നടന്ന് പിക്കെടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ചന്ദ്രനൊക്കെ അവിടെ എല്ലാ ആംഗിളും ഓപ്പണാണ്. ടിജിയുടെ മോബി അതേപോലെ ജുഗുർ ഈ ഒരു ആംഗിൾ വന്നിറങ്ങിയിട്ടുണ്ട്. ഡെസ്റ്റോ അപ്പുറത്ത് ഹാർഡ് റഷ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് മേളിൽ നിന്ന് വില്ലും ചന്ദ്രനെ അവർ അടിച്ചോണ്ടിരിക്കുകയാണ്. എവിടെ ഇറങ്ങിയാലും ചന്ദ്രനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവരെ ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ജോഡക്സ്മിക്ക് എല്ലാവർക്കും എല്ലാ ആംഗിളിൽ നിന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീലകണ്ഠൻ അവിടെ സ്പോട്ട് ബാബ്സിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളിൽ നിന്ന് അവർ TV റഷ് ചെയ്ത് വരുന്നുണ്ട്. ഡൊമിനിക് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. റോബ് ലൂച്ച് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. DJ മാലിക് റൈറ്റ് സൈഡിലുള്ള കാര്യം TVക്കാർക്ക് അറിയുമെന്ന് അറിയത്തില്ല. അസൻസി അവിടെ ഹാർഡ് റഷ് ചെയ്ത് വരുന്നുണ്ട്. ചന്ദ്രൻ അവിടെ സേവറിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. മോബി ആൻഡ് ജുഗുർ ആ ഒരു ആംഗിളിൽ കയറി വരുന്നുണ്ട്. TGയെ വട്ടത്തിലിട്ട് അടിച്ചു കളഞ്ഞു. ഓക്കെ ജോഡക്സ്മിക്ക് ജുഗ്രു വിഴാം. ജുഗ്രുവിനെ അവരെല്ലാവരും അതേസമയം തന്നെ ബോബിയും വില്ലും എല്ലാരും അവരെ പിക്ക് ഓഫ് ചെയ്യണം. ഡെസ്റ്റോനെ അവിടെ അവരുടെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് മാലിക്കിനെ അവിടെ എല്ലാരും വട്ടത്തിട്ട് അടിക്കുകയാണ്. നീല അവിടെ ചാടി അടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. മാലിക്കിനെ ചാടി മാലിക്കിന്റെ കില്ല നീലകണ്ഠന് കിട്ടിയിരിക്കുകയാണ്. ജോസൂട്ടി ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്. റാവു ഈ ഒരു ആംഗിളിൽ ഇവിടെ 2-3 പേരുണ്ട്. നിക്കി ഉണ്ട് ഇവിടെ. നിക്കി റാവു അവിടെ റാവുനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും അവരെ സ്പോട്ട് ചെയ്ത് ആംഗിളോട് വന്നോണ്ടിരിക്കുകയാണ്. ചന്ദ്രന്റെ വീടിന്റെ ബാക്കി കൂടെ ഓടുന്നതാണ് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. അസൻസിയോ പിക്ക് ഓഫ് ചെയ്തു റാവുവിനെ. നിക്കീനെ അവര് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിക്കീനെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് നിക്കിക്ക് നല്ലൊരു ടാഗ് കിട്ടി. ഏബലിന്റെ ഫ്രണ്ടിലോട്ടാണ് നിക്കി വരുന്നത്. ഇല്ല, നിക്കി തിരിച്ച് സാവേജിന്റെ ഫ്രണ്ടിലോട്ട് പോയി. സാവേജ് വേഴ്സസ് നിക്കി. നീല അതുപോലെ എല്ലാവരും മുകളിൽ നിന്നും താഴെ നിന്നും എല്ലായിടത്തും അടി വരുന്നുണ്ട്. ബട്ട് നിക്കീനെ അവര് വട്ടത്തോട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. ജോസൂട്ടിന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാമോ ഇല്ലെന്ന് അറിയത്തില്ല. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്. അവരിങ്ങനെ ബുക്കിലല്ലേ കൈവച്ചിലിടിച്ചു കൊല്ലുവനെ. അവൻ നോക്കുന്നില്ലല്ലോ. ഇനിയും ഒരു 15 മിനിറ്റ് പിടിച്ചു നിൽക്കണം. അടിക്കാൻ പറ്റത്തില്ല. അവിടെ അടിക്കാൻ പറ്റൂല പറഞ്ഞു. ഗണ്ണ് ഇതൊക്കെ എന്ത് കോമഡി. എന്താണ് ചാവൂടാന്ന് വന്നില്ല. ഒരിക്കില്ല നിക്കുന്നതാണോ അത്. സൂപ്പർ. ഇത് ബ്രോ വേണേ നമ്മ നിക്കാം. മോണ്ടേജ് ഉണ്ടാക്കാം. പുതിയ മോണ്ടേജ് എന്താ ചെയ്യാ. വിളിച്ചൊക്കെ വരുത്തണ്ട. എന്താടാ പാവടാ. എത്ര വിക്ക് എത്ര വിക്ക്. എടാ പാവടാ. മോണ്ടേജ് ഉണ്ടാക്കാം. കഷ്ടം. എടാ എന്റെ വില്ല് മോനെ വേറെ മാറി കളിക്കാൻ. നീങ്ങ അങ്ങോട്ട് നീങ്ങി ചെല്ലി അടി എടാ അടിച്ചു. ഹലോ കാറ് വല്ലതും വേണോ വേറെ എവിടെയും കളിക്കാൻ? കുത്തി കോൺഫിഡൻസ് ഒക്കെ കൊടുക്കണ്ട.
ഹൗസിനിക്കൂ ഞാൻ കൊണ്ടുവെക്കണം എടുത്തോ എനിക്ക് ഒരിക്കലും വരില്ലേ സത്യം കോക്കു എന്റെ അവസ്ഥയൊക്കെ നോക്കിയൊക്കെ കോക്കു ഒന്ന് ആലോചിച്ചൊക്കെ ഞാൻ നിങ്ങളുണ്ട് അയ്യോ എന്നെ ചതിക്കല്ലേടാ ചതിക്കല്ലേ ചതിയും കൂടി ഇല്ല വണ്ടി അങ്ങോട്ട് ഇട്ടോട് എടാ മോബി എന്താടാ ചതി മോബിയാന്ന് ചതിച്ച അത് വില്ലല്ലേ എടാ വണ്ടി ഇട്ടു സൈഡിലോട്ട് ഇട്ടു കൊടുക്ക് എന്തോ പരിപാടി നോക്കിണ്ട് അവിടെ എന്തിനാ കളഞ്ഞിട്ട് പോയി തോന്നുന്നു എടുക്കാൻ പോണ വണ്ടി വന്നു സേഫ് ആയിട്ട് ദേ നമുക്ക് രണ്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ സിമ്പിൾ സാധനം പറയാം കിട്ടിയുള്ള ഒരു കില്ലും കൂടെ വേണം പ്ലീസ്. ഞാനൊരു സിമ്പിൾ സാധനം പറയാം ചായ വണ്ടി എടുക്കുന്നു നമ്മുടെ വണ്ടിയുള്ള 2-3 പേരെ കൊല്ലാൻ പറ്റും ഇനി വണ്ടി അളിയ എന്താടാ ഇത് അവനെ വെറുതെ വിടാൻ പറയടാ ടറപ്പിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് കൊല്ലാണ്ട് വെക്കണമല്ലോ അതല്ലേ പിന്നെ നീ അത് തോന്നുന്നുണ്ട കൊല്ലാണ്ട് വെക്കുമെന്ന് അവര് കയ്യിലേക്കറൊന്നല്ല അവന്മാര് വെറുതെ അവിടെ കൊണ്ടുപോയി വെച്ചുകൊടുക്കും കൊല്ലന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കോ ചന്ദ്രന് അതിന്റെ അകത്ത് കയറിയപ്പോ തന്നെ അടിക്കും ചന്ദ്രൻ അടിക്കും ഇപ്പൊ അടിക്കും ഞാൻ പറഞ്ഞില്ലേ കില്ല് പോടാ സാവേജിമാരൊന്നും കണ്ടെടുത്തില്ല ചന്ദ്രഹാസൻജി മാത്രം അടിച്ചുള്ളൂ പിന്നെ അവനെ മോശമാണ്